അടുത്തതായി മാജിക്കാവിൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു നോൺ വെജിറ്റേറിയൻ ഐറ്റമാണ്. നോൺ വെജ് എന്ന് പറയുമ്പോൾ ഭയങ്കര വില കൂടിയ ഒരു കാര്യമൊന്നുമല്ല, വളരെ സാധാരണമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. മത്തിയാണ് നമ്മളുടെ പ്രധാന വിഭവം. അപ്പോൾ മത്തി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു വില അനുസരിച്ച് മത്തിക്കും വില ഉണ്ടെങ്കിലും മറ്റു മീനുകളെ അപേക്ഷിച്ച് കുറച്ച് വില കുറഞ്ഞ മീനെന്ന് പറയുന്നത് മത്തി. ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ്, ചെറിയ നെത്തോലി അല്ലെങ്കിൽ കൊഴുവ പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ സാധാരണക്കാരൻ്റെ മത്സ്യമാണ്. അതേസമയം നല്ല ശരീരത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ആരോഗ്യപ്രദമായ ഒരു മത്സ്യമാണ് മത്തി. അപ്പോൾ മത്തി കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാമല്ലേ. അപ്പോൾ ഇത് നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുന്നു. ഇത് മത്തി കൊണ്ടൊരു വിന്താലുവാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ മത്തി വിന്താലു. ഈ മത്തി വിന്താലു എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല ഇനം മത്തി 15 എണ്ണം കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തത്. പിരിയൻ മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, സാധാരണ മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇഞ്ചി ഒരു വലിയ ചതുര കഷ്ണം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത്, വെളുത്തുള്ളി 6 വലിയ അല്ലി, കടുക് 1/4 ടീസ്പൂൺ, ജീരകം 1/4 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ, ചെറിയ ഉള്ളി 6 എണ്ണം, വിനാഗിരി 3-4 ടേബിൾ സ്പൂൺ, കുരുമുളക് 1 ടീസ്പൂൺ, സവാള ഒരു വലുത് ചെറുതായി അരിഞ്ഞത്, തക്കാളി 2 ഇടത്തരം നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചത്, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം 2 കപ്പ്, എണ്ണ 2 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മൾക്കിനി നമ്മുടെ മത്തി വിന്താലു തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ട ചേരുവകളെല്ലാം ഇവിടെ റെഡിയാണ്. സാധാരണ ഒരു മീൻ കറിയിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് ചേരുവകളുടെ കാര്യത്തിൽ, കുറച്ച് മാറ്റങ്ങൾ. അപ്പോൾ ഒരു മസാല പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നു. ആദ്യം നമ്മൾ അരച്ചെടുക്കുകയാണ് കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ട്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് പിരിയൻ മുളകിൻ്റെ പൊടി. അപ്പോൾ നല്ല നിറമൊക്കെ കിട്ടും, കുറച്ച് കാണാനൊക്കെ കുറച്ചുകൂടെ ഒരു ഭംഗിയുണ്ടാവും. അപ്പോൾ 1.5 ടേബിൾ സ്പൂണോളം. അപ്പോൾ എരിവിനനുസരിച്ചിട്ടാണ്, വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ആകാം പിരിയൻ മുളകിൻ്റെ പൊടി. അത് മാത്രമായിട്ട് ചേർക്കുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ നിറച്ച് കുമിച്ചെടുക്കുക. അല്ലെങ്കിൽ ഒരു 1.5-2 ടേബിൾ സ്പൂൺ വരെ എടുത്തിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും കൂടി ചേർക്കുക, എരിവുള്ള മുളക് പൊടി. അപ്പോൾ ഒന്നുകിൽ 1.5 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി നിറയെ എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു 1/2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ചേർക്കുക, അല്ലെങ്കിൽ പിരിയൻ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ കുമിച്ചെടുക്കുക. ഇനി എന്താ വേണ്ടേ, അതെടുത്തു. അതിനോടൊപ്പം മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക്, മുഴുവൻ കുരുമുളക് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളകും. ഇത് കുറച്ച് ചെറിയ കാര്യങ്ങൾ. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം 1/4 ടീസ്പൂൺ, പിന്നെ ഉലുവ 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ഉലുവ. പിന്നെന്താ വേണ്ടേ, കടുകൊക്കെ നമ്മൾ അത് ചേർക്കാൻ പോവാണ്. 1/4 ടീസ്പൂൺ കടുക്. ഇത് വിന്താലും അല്ലേ, അപ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇനി വേണ്ടത് വെളുത്തുള്ളി, ഒരു 6 വലിയ അല്ലി വെളുത്തുള്ളി. പിന്നെന്താ, ഇഞ്ചി ഒരു ചതുര കഷ്ണം ഇഞ്ചി, ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ മുറിച്ചത്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെന്താ ചെറിയ ഉള്ളി ഒരു 6 വലിയ അല്ലി ചെറിയ ഉള്ളി. അങ്ങനെ ഇത്രയും കാര്യങ്ങളായി. അപ്പോൾ ഇത്രയും മസാല ഐറ്റംസ് നമ്മൾ ഒന്നിച്ചാക്കി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂടെ നമ്മളൊരു 3-4 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് പോരാത്ത വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ വിന്താലുവിന് വേണ്ട മസാല പേസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഏതാണ്ട് മഷി പോലെ അരച്ചു എന്ന് തന്നെ പറയാം. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി ചുവട് കട്ടിയുള്ളൊരു പാത്രം, എന്നിട്ട് ഇതിന് വെളിച്ചെണ്ണയിലൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്, റിഫൈൻഡ് ഓയിൽ, സാധാരണ ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ, 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കും. എന്നിട്ട് ഒരു വലിയ സവാള ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത്, ഫൈൻലി ചോപ്ഡ്, അത് എന്താ പറയുക ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള ഒരെണ്ണം, അത് എണ്ണയിലിട്ടൊന്ന് വഴറ്റി ഒരു നിറം മാറുന്ന പാകാകും. അപ്പോൾ എണ്ണ ചൂടായി തുടങ്ങി. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒരു വലുത്, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ കളർ മാറി തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ്, ഒരു ഇളം ഗോൾഡൻ ബ്രൗണായി വരണം. അതുവരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടാകും. നിറം ഒന്ന് മാറട്ടെ, എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ചേർക്കാം. അപ്പോൾ സവാളയുടെ നിറം ചെറുതായി മാറി തുടങ്ങി, ഒരു ചെറിയ ഗോൾഡൻ കളറാകാൻ തുടങ്ങുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന വിന്താലു മസാല
ഈ വിനാഗിരി എല്ലാം ചേർത്തല്ലേ അരച്ചിരിക്കുന്നത്, അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു മണമാണ്. ഇനി ഇതിൻ്റെ ഒരു പച്ച ചുവ മാറുന്ന അത്രയും ഒരു സമയം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം ഇങ്ങനെ പച്ച ചുവയൊക്കെ മാറി അരപ്പിൻ്റെ എണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞു വരുന്നൊരു പാകമായി. ഇനി നമ്മളിതിലേക്ക് ടൊമാറ്റോ, 2 ഇടത്തരം ടൊമാറ്റോ നീളത്തിലുള്ള കഷ്ണങ്ങൾ. ഇപ്പം ടൊമാറ്റോയുടെ പീസസും അതിനകത്തേക്ക് ചേർത്തു. ഒന്ന് ചെറുതായി ഒന്ന് വാടി തുടങ്ങി. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി എന്താണ്, ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഏതാണ്ട് 2 കപ്പോളം വെള്ളം. ഇനി ഇതൊരു തിള വരട്ടെ. അത് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ കൂടി ചേർക്കും. മീനിങ്ങനെ മുഴുവനോടെ കഴുകി വൃത്തിയാക്കി അകത്തെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ മാറ്റി, തൊലിയോടുകൂടി വേണമെങ്കിലും ഇടാം, തൊലി കളഞ്ഞു വിടാം. ഞാനിപ്പോൾ തൊലി മാറ്റിയിട്ട് വരഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ തലയുടെ ഭാഗം കൂടി ഇങ്ങനെ വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്, വിത്ത് വാല് തേയിലോടുകൂടി. അത് കാണാനൊരു ഭംഗിക്കാണ്. ഇനി ചിലർക്ക് ഈ നെയ്മത്തിയൊക്കെ ആണെങ്കിൽ തൊലിയോടുകൂടി ഇടാനും ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതേ തള വന്നു തുടങ്ങി. ഇനി നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കും. ഏകദേശം ഒരു 15 മീനാകാം, 15ഓ 20 വരെ ആകാം നോക്കിയിട്ട്, സൈസ് അനുസരിച്ചിട്ട്. വലുതാണെങ്കിൽ ഒരു 10-15 എണ്ണം മതിയാകും. പാത്രം ഒന്ന് അടച്ച് നമ്മളൊന്ന് വേവിക്കുന്നു. അത് നല്ലതായിട്ട് വെന്ത് തുടങ്ങിക്കഴിഞ്ഞാൽ തീ അല്പം കുറച്ചിട്ട് പാത്രം കുറച്ച് നേരം കൂടി അടച്ചു വെച്ചിട്ട് അടപ്പ് തുറന്നിട്ട് ചെറിയ തീയിൽ അല്പം നേരം ഇട്ടേക്കാം. അപ്പോൾ എന്തായാലും ഇതൊന്ന് പാകത്തിന് വേകട്ടെ. ഞാൻ പാത്രം അടച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളും വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മത്തി വിന്താലു ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാനിപ്പോൾ നല്ലതായിട്ട് തള വന്നു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം അടച്ചിട്ട് ഇടത്തരം തീയിൽ കുറച്ചുകൂടെ വേവിച്ചു. അത് കഴിഞ്ഞ് അടപ്പ് മാറ്റി ചെറിയ തീയിൽ കുറച്ച് നേരം ഇട്ടുന്നു. ഇപ്പോൾ നോക്കൂ, കുറുകിയ ചാറോടുകൂടി. പിന്നെ തവിയൊന്നും ഇട്ട് അങ്ങനെ ഇളക്കണ്ട. അത് കഴിഞ്ഞാൽ ആ മീനിങ്ങനെ മുഴുവനോടെ കിടക്കട്ടെ. അതിങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നല്ല മണമുള്ളൊരു മത്തി വിന്താലു റെഡി. ഇനി ഒന്നുമില്ല, തീ ഓഫ് ചെയ്യാം. കാണുമ്പോൾ തന്നെ അറിയില്ലേ സ്വാദാണെന്ന്. എന്നിട്ട് നമുക്ക് വിളമ്പ് പാത്രത്തിലേക്ക് ആവശ്യാനുസരണം, ഈ ഉണ്ടാക്കുന്ന ചട്ടിയിൽ തന്നെ കുറേ നേരം വെച്ചിരുന്നാൽ ഏറ്റവും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു സൈഡിൽ നിന്ന് വിളമ്പാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മത്തി വിന്താലു ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പാത്രത്തിലേക്ക് പകർന്ന് മാറ്റുമ്പോൾ എൻ്റെ ഒരു തോന്നൽ ഈ പാത്രത്തിൽ നിൽക്കില്ല എന്നായിരുന്നു. പക്ഷേ പാത്രത്തിൻ്റെ ഭംഗി കൊണ്ട് എടുത്താണ്. ഇത് നമ്മുടെ തായ്ലൻഡ് പാത്രമാണ്. അപ്പോൾ ഇതൊരു കടായി ഷേപ്പിലാണ്. എന്ത് രസമാണ്, പോർസിലിനാണ്, പൊട്ടുന്ന ടൈപ്പാണ്, പൊട്ടുന്ന മെറ്റീരിയലാണ്. പക്ഷേ ഇതിൻ്റെ കാണുന്ന പോലെയല്ല കേട്ടോ, നല്ല ഉള്ളുണ്ട്. അതേ ഏതാണ്ട് ഇത്രയും ആ ഒരു ചട്ടിയിലുണ്ടായിരുന്ന കംപ്ലീറ്റ് മീൻ ഇതിനകത്ത് കയറി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രം കയ്യിലുള്ളത് കൊണ്ടൊരു സുഖമുണ്ട് എനിക്കിത് ഇങ്ങനെ സെർവ് ചെയ്യുന്നതും. അതൊരു ഭംഗി തോന്നിക്കുന്നു. അത് നമുക്ക് സുഖമായിട്ട് അടച്ചു വയ്ക്കാനും സാധിക്കും. ക്ലീനായിട്ട് സുഖം, നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കും. ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ദോശയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. പിന്നെ ചോറിൻ്റെ കൂടെയും നല്ലതായിരിക്കും, കപ്പയുടെ കൂടെയും നല്ലതായിരിക്കും. എന്തായാലും ഒന്ന് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കുക, എല്ലാവർക്കും ഇഷ്ടം. മത്തി വിന്താലു. ചേരുവകൾ: മത്തി കഴുകി വൃത്തിയാക്കി വരഞ്ഞത് 15 എണ്ണം, പിരിയൻ മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, സാധാരണ മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇഞ്ചി ഒരു വലിയ ചതുര കഷ്ണം, വെളുത്തുള്ളി 6 വലിയ അല്ലി, കടുക് 1/4 ടീസ്പൂൺ, ജീരകം 1/4 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ, ചെറിയ ഉള്ളി 6 എണ്ണം, വിനാഗിരി 4 ടേബിൾ സ്പൂൺ, കുരുമുളക് 1 ടീസ്പൂൺ, സവാള 1 വലുത് ചെറുതായി അരിഞ്ഞത്, തക്കാളി 2 ഇടത്തരം നീളത്തിലരിഞ്ഞത്, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം 2 കപ്പ്, എണ്ണ 3 ടേബിൾ സ്പൂൺ. ഇനി പാകം ചെയ്യുന്ന രീതി: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, ജീരകം, ഉലുവ, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് എന്നിവ ഒന്നിച്ചാക്കി വിനാഗിരിയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കി സവാള ഇളം ബ്രൗൺ നിറമാകുന്നവരെ വഴറ്റുക. ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന വിന്താലു മസാല ചേർത്ത് പച്ചച്ചുവ മാറുന്നവരെ വഴറ്റുക. എണ്ണ തെളിഞ്ഞു തുടങ്ങുമ്പോൾ ടൊമാറ്റോ അരിഞ്ഞതും ചേർത്ത് വീണ്ടും 5 മിനിറ്റ് വഴറ്റി അതിലേക്ക് 2 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിക്കുക. തിള വന്ന ശേഷം മീൻ കഷ്ണങ്ങളും ചേർത്ത് പാത്രം അടച്ച് വേവിക്കുക. മീൻ വെന്ത ശേഷം പാത്രത്തിന്റെ അടപ്പ് മാറ്റി ചെറിയ തീയിൽ വീണ്ടും 10 മിനിറ്റ് വേവിച്ച് ചാറ് കുറുകി എണ്ണ തെളിയുന്ന പാകത്തിന് അടുപ്പിൽ നിന്നും മാറ്റുക. മത്തി വിന്താലു